ഇന്ന് ഞാൻ അതേ ബെഡ്റൂമിലേക്ക് വന്നപ്പോ ചെണ്ടമേള കേക്കണ കേട്ടാ. പോണേ കണ്ടാ തന്നെ തൃശ്ശൂർക്കാരുടെ പ്രത്യേകത. ഈ സാധനമൊക്കെ ജാത്തിയുള്ളതൊക്കെ കൂലിത്. പാപ്പാ 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 പാപ്പാ. ആ ഗുഡ് വണ്ണേറാ. ഇന്ന് ടോക്ക് ബാക്ക് ചെയ്യുന്നില്ലേ പൂക്കള മാമി? ഹേ ആ ഏ ആരാന്നാ നീ എന്നോട് ചോദിക്കണ ആരാന്ന്? നിനക്ക് എന്നെ അറിയില്ലടി. നിന്റെ തന്തയാടി, നിന്റെ തന്ത ഞാൻ. യു വർക്ക് ഫ്രം ഹോം ഹൺ കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണികളെല്ലാം കുറച്ച് നേരത്തെ കഴിഞ്ഞു, എഡിറ്റിംഗ് നേരത്തെ കഴിഞ്ഞു. അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അടുത്ത പള്ളിക്കെട്ട് പണി നമ്മൾ ഏറ്റെടുക്കും. ഇന്നലെ എഡിറ്റിംഗ് വേഗം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ വൈകുന്നേരം ഒരു വീഡിയോ, ഒരു ഒരു റീൽസ് ചെയ്തു. അതാണ് ഞാൻ ചെയ്ത പരിപാടി. പക്ഷേ ഗോൾഡ് ഇന്നലെ ചെയ്ത പണി കണ്ട നമ്മുടെ കോഫി മെഷീനും സാധനങ്ങളൊക്കെ ഓടി ഇരുന്നായിരുന്നേ. അത് തിരിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വെച്ചു. പക്ഷേ ഇത് ആക്ച്വലി നല്ലതാണോ ഡി ഗോൾഡ്? അപ്പം അവിടെ ഫുള്ള് വെള്ളയായി. പിന്നെ നീ ആ ചെടി അവിടെ മാച്ച് ചെയ്യുന്നില്ല. വീടേ മാറ്റണം. அந்த மாதிரி பிளானிங்களா? ஓஹோ, கொஞ்சம் ஜாஸ்தி டெய்லி വ്ളോഗ് பண்ண வேண்டியிருக்கு இல்லையம்மா? ടിക്ക് ടിപ്പ് ജാനകി ടപ്പ് ടപ്പ് പോയപ്പോ ടപ്പ് ടപ്പ് സുണ്ടല്ലേ ടിക്കട്ടക്കട്ട പെടച്ചമ്മ. മൂക്കട്ടേന്ന് ഇങ്ങനെ മൂക്കട്ട ഒളിക്കണം. ഇവര് പഴയ കുറച്ച് 30 വർഷം പിന്നിലുള്ള കുട്ടികളത്. എപ്പോഴും മൂക്കട്ട ഒളിച്ചിട്ടും ചെവി പോയെടുക്കുന്നു. ஏய் மாவத்தில் எதுவும் பண்ணாதீங்கப்பா. இந்த காலையில் என்னடா எங்கேன்னு சாப்பிட்றது? ഹായ്, ഒരു പാട്ട് പാടണമല്ലേ കുട്ടിക്കാരെ കേട്ടാ. അപ്പോഴേക്കും കണ്ണ് കാണുന്നില്ലെങ്കിലും കൈ തിരിക്കി പോകണ്ടിട്ട് ഇങ്ങനെ ഇരിക്കണേ. പക്ഷെ നീ ഒരു മമ്മൂട്ടിയാ ഇങ്ങനെ കുത്തി കളിക്കാൻ? ആ അവൾക്ക് തന്നെ അറിയാം. വെറുതെ അവൾ നമ്മൾ കൊടുക്കും. ആ അപ്പോഴേക്കും കുട്ടികൾ തിരികിട്ടാ നിന്റെ കൈ പിന്നിൽ കെട്ടി. ചോട്ട മുംബൈയിലെ മോഹൻലാലിൻ്റെ പാൻ്റാണല്ലോ. ഇന്ന് പുറത്ത് ഭയങ്കര മഴ കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ശക്തമായ മഴയായിരുന്നു. പോവാ നമുക്ക്. സൂപ്പർ നൈസ് റെയിൻ ഉണ്ട് മോർണിംഗ്. ആ അവിടെ വെച്ചിട്ടുണ്ട്. നീ ഇതിനെ ഞാൻ വന്നപ്പോൾ എളുപ്പമുള്ള സൈഡിലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. ബ്യൂട്ടിഫുൾ റെയിൻ. ലുക്ക് അറ്റ് ദിസ് നൈസ്. ലുക്ക് മൈ കാർ. ഇപ്പോഴും ആ കുഞ്ഞു കുട്ടികളുടെ കളിയെല്ലാം ഉണ്ട്. എനിക്കിങ്ങനെ കാറിൻ്റെ മുകളിൽ വെള്ളം തെറിപ്പിക്കുന്ന പരിപാടി നിങ്ങൾക്ക് ഉണ്ടാ? കള്ളം വെള്ളിക്ക് അമ്മയുടെ റെയിൻ ജാക്കറ്റ് കൊള്ളാട്ടാ അമ്മ. ദാറ്റ് ലുക്സ് നൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ ഗയ്സ്. വർക്ക് ഫ്രം ഹോം. ഹേ ബേബ്, വാട്ട് യു വാണ്ട് ടു ഈറ്റ് ഫോർ ലഞ്ച് ടുഡേ? എന്താ പുള്ളിയുടെ പേര്? ആൻഡി. ആൻഡി ഓസ്ട്രേലിയൻ ഫള്ള. ലഞ്ചിന് ഞാനിന്ന് ടർക്കിഷ് പീഡ ഉണ്ടാക്കുന്നുണ്ട്. ടർക്കിഷ് പീഡ മറ്റേ ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു ബ്രെഡ്. നമ്മുടെ വെള്ളിയാഴ്ചത്തെ വീഡിയോക്ക് മീറ്റ് ബേസ്ഡ് ആൻഡ് മൊസറല്ല ബേസ്ഡ്. പോഷേ നീ പണിയെടുത്തിട്ട് കാശുണ്ടെങ്കിൽ പോഷൻ മേടിക്കണം. ആ പോഷൻ പോഷൻ മേടിക്കാൻ മുടിയാത്തടി. ഗോൾഡ് ഇവിടെ ഒരു പണി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. ഇവിടെ എല്ലാം ടീഷർട്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ടീഷർട്ട് ഇടരുത്, എന്റെ നിപ്പിള് രാവിലെ എണീക്കുമ്പോ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നിപ്പിളൊക്കെ കുറച്ച് തള്ളി വെക്കും. ഇതിപ്പോ എന്തിപ്പോ ഇപ്പൊ എന്തൊക്കെ ഇപ്പൊ ഇവിടെ നോക്കണ്ട മനുഷ്യൻ. ജസ്റ്റ് ഹ്യൂമൻസ്, ദാറ്റ്സ് ബിഹേവ് ലൈക്ക് എ ഹ്യൂമൻ. ആൾക്കാർ ഇപ്പൊ രാവിലെ എണീറ്റ് വരുമ്പോഴൊക്കെ നിപ്പിളും ചിലപ്പോൾ മോർണിംഗ് ഗ്ലോറി ഒക്കെ ഉണ്ടാവും. മോർണിംഗ് ഗ്ലോറി ഫ്രണ്ട് തള്ളിക്കുന്നുണ്ടല്ലേ നീ രാവിലെ എണീക്കുമ്പോ. ദാറ്റ്സ് സോ ഗുഡ്. ഇറ്റ്സ് ലൈഫ്. ഞാൻ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിന്നെന്തോ ഈസി. ഞാൻ വല്ല ഇനിയിപ്പോ വല്ല മറ്റേ നിന്റെ മോനെ കുട്ടികൾക്ക് പാല് കുടിക്കാനായിട്ടൊരു നിപ്പിൾ ഷീൽഡ് ഉണ്ടായിരുന്നില്ലേ? അത് ഒരെണ്ണം വയ്ക്കണം കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത്രയ്ക്ക് സുഖമുള്ളവർക്ക് അങ്ങനെ പോട്ടെ. എന്താ ഫുള്ള് മെസ്സാ നോക്ക്. ഇത് എന്റെ ഡെസ്ക്. ഇത് ഫങ്ഷണലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെസ്ക് ആണ് ഗോൾഡ്.
ഇതെല്ലാം മോന്റെ ആ ഗോൾഡ് കഴിഞ്ഞ ദിവസം എന്റെ ക്യാമറ എല്ലാം ഇവിടെ പ്രോപ്പർ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. അവള് പുതിയ 2 ചെടി കൊണ്ടുവന്ന് വെച്ചു. കൊറേ ആരും വായിക്കാത്ത പുസ്തകം കൊണ്ടുവന്ന് വെച്ചു. ഇതൊക്കെ ഞാൻ വായിക്കാനായിട്ട് ഇതൊക്കെ എന്റെ പണിയായുധങ്ങളാണ് രാജാവ്. പ്രാജക്താക്കോലി വായിച്ചോണ്ടിരിക്കുവാണ്. ആര്? പ്രാജക്താക്കോലി. എന്തൊരത്? ആ ബുക്കിന്റെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് വായിച്ചിട്ടുണ്ടെന്നൊക്കെ? ഇത് ഇത്തവണ പുതിയത് എപ്പോഴാണ് നീ വായിക്കണേ? എന്നോട് 2 മിനിറ്റ് വർത്തമാനം പറയാൻ നിനക്ക് ഒഴിവില്ലല്ലോ. ഇത്രയും വരെ വായിച്ചു. അതിപ്പോ ഞാനും ഇതാക്കാലോ. ഇനി അതല്ല ഞാൻ കഴിഞ്ഞ തവണ വായിച്ചതാ. ഏത്? അത് ഇതൊക്കെ വായിച്ചിട്ട് ഇതിന്റെ ഉള്ളില് കുഞ്ചാര ആവണില്ലല്ലോ. ഇങ്ങട്ട് കുഞ്ചാര ഇങ്ങട്ട് കുഞ്ചാര. അതല്ല, ഇത് റൊമാൻറ്റിക്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ എന്നോട് റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്നത് കണ്ടിട്ടുണ്ടോ? I never seen. Used to be before back in the days when we were, in college days. I can't see that romance anymore, honey. മോന്റെ തൊള്ള ഉണ്ടല്ലോ. Yeah, my tholla is always talk best and thing. But from my side, you see the romance coming out by cooking, feeding. തോന്നണ പോലെ നീ അങ്ങനെ ഞാൻ കാണിച്ചിട്ടില്ല. നീയും 3 കുട്ടികളും നിന്നെയും കാണിക്കണേ. ഇനി എനിക്കൊരു 10 വയസ്സ് പോലും കഴിഞ്ഞാൽ ഇപ്പഴേ തന്തപ്പിടിന്നാ വിളിക്കണേ. ഇനി ഒരു 10 വയസ്സ് പോലും കഴിഞ്ഞാൽ മുതുക്കൻ കൊരണ്ടി വിളിച്ച് അത് ഞങ്ങള് ചുമ്മാ രസത്തിന് വിളിക്കണാണ്. ആ രസത്തിന് തന്നെ എല്ലാവരും തന്തയ്ക്ക് പറയുന്നത്. ഞാൻ പോയിട്ട് ആന്റിയുടെ ഫുഡ് ഉണ്ടാക്കാൻ പോട്ടെ. ജിമ്മിൽ പോണേ എനിക്ക്. ഇവിടെ എല്ലാം സെറ്റപ്പ് ചെയ്യാനുണ്ട്. സോ ഐ ബി ബാക്ക് ബ്രിങ്ങിങ് സം ഗുഡ് സ്റ്റഫ്സ്. യു ആർ ഫോർച്യൂണേറ്റ്. ഗസ്റ്റ് വരില്ലേ? ഇതൊന്നും ഓർമ്മയില്ല. ഇതാണ് ഓർഗനൈസ്ഡ് ആയിട്ട് ഒന്നും ചെയ്യാൻ. 11 o'clock someone is coming to see me. വീഡിയോ എടുക്കണം. Okay, I go to gym and 10 മണിയായി. ഇനി അവിടെ ആരെങ്കിലും കണ്ട അവിടെ കഥ പറഞ്ഞു നിൽക്കും. I love your romance. അത് റൊമാൻസ് ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്ന് ഫുള്ള് കഥയും പറഞ്ഞുകൊണ്ട് വർത്താനം പറഞ്ഞു നിൽക്കും. മോനാണ് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അപ്പൊ മോൻ വേണം ഓർഗനൈസ് ചെയ്തിട്ട് ചെയ്യാൻ. Still things are getting done, hun. No. It is. No. It is. എല്ലാ ദിവസവും രാത്രി ഇവിടെ വീഡിയോയും ചെയ്തോണ്ടിരിക്കും. ഇന്നലെ ഒരു ദിവസം മാത്രം നേരത്തെ കഴിഞ്ഞത്. ഓക്കെ, അല്ലാത്ത ദിവസം വേറെ വേറെ പണികളുണ്ട് ഇവിടെ. നോക്കിയേ, നമ്മുടെ ഇന്നത്തെ ഫ്രൈഡേനുള്ള പീഡേ റെഡി ആയിട്ടാ. ഓഹോ, ലുക്ക് അറ്റ് ദ കളേഴ്സ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടില്ലേ? സൂപ്പർ ഗ്രാറ്റിനേഷൻ ഓൺ ടോപ്പ്. കണ്ടാ? ആർക്കും തീരെ വിശപ്പില്ല ഗൈസ്. ആർക്കും വിശപ്പില്ല. എനിക്ക് 2 പീര ഉണ്ടാക്കിയത് മൊത്തം തീർന്നുട്ടാ. വെജിറ്റബിളും തീർന്നു, ഇതും തീർന്നു. ഇപ്പൊ യുദ്ധഭൂമി പോലെയായി. ആ ഓസ് മാം അതില് പകുതിയാക്കിയത് മോൻ തന്നെയാ. അല്ലല്ല, എല്ലാം കടിച്ചു പറിച്ചു ഇട്ടത്. എല്ലാത്തിലും ഞാൻ കടിച്ചു, പക്ഷെ തിന്നത് ഞാനല്ല. ആ ഞാൻ എന്നാ തിന്നത് 2 കഷ്ണം തിന്നുള്ളൂ. ആ അതായത് ഇതിന് 2 കഷ്ണം ആക്കിയത്, അത് 2 തിന്ന് ഗൈസ്. ഓ, ഒരു പുലിക്കുട്ടി ഇവിടെ ഇരിക്കുന്നുണ്ട്. നിനക്കാ? നിന്റെ എങ്ങനെ ഉണ്ടായിരുന്നു? My one was good. I only had 1/2 of a pizza and I just took 1 crust. That's it. അപ്പം നമ്മുടെ വെള്ളിയാഴ്ചത്തെ വീഡിയോയിലുണ്ട് കേട്ടാ. ഓക്കെ, ആൻഡ് അഗെയിൻ ഐ എം നോട്ട് റിയലി മാസ്റ്റർ അറ്റ് ഡൂയിങ് ഇറ്റ്. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കണത്. ആൻഡ് കെയിം ഔട്ട് സോ ഗുഡ്. ടെക്സ്ചർ വൈസ് ഐ മീൻ ഇതിൻ്റെ ഷേപ്പൊക്കെ കുറച്ച് ആയിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. ഓക്കെ, ഗെറ്റ് ബാക്ക് ടു വർക്ക് നൗ. പീടെ കുക്ക് ചെയ്ത് കഴിഞ്ഞ് വന്നു. ഇന്ന് ഉറങ്ങണില്ല. ഇന്നത്തെ വീഡിയോന്റെ എഡിറ്റിംഗ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പേടിച്ചു ഗൈസ്, ലുക്ക് അറ്റ് ദിസ്. പക്ഷെ അതിന്റെ ഇടയിൽ മരുഭൂമിയിൽ വെള്ളം വീണ പോലെ ഇന്ന് ഗോൾഡ് ഇപ്പോഴത്തെ കെമിസ്ട്രി വെയർ ഹൗസിൽ കുട്ടികൾക്ക് നാപ്പിൻ ടിഷ്യൂ മേടിക്കാൻ വേണ്ടി പോയപ്പോൾ 3-4 ദിവസമായി ഞാൻ പറയുന്നു. പിന്നെ അങ്ങനെ പോയത് ഞാൻ എൻ്റെ സെൽഫ് കെയറിന്റെ സാധനങ്ങൾ മേടിക്കുന്നത്. എന്നെ ഞാൻ ഇതിന് മാത്രം കെയർ ചെയ്യുന്നുണ്ടല്ലോ. ഇനി എന്തിനാ നിനക്ക് വേറെ സെൽഫ് കെയർ? അല്ല, എനിക്ക് ഇത് വേണമായിരുന്നു. പിള്ളേരുടെ സോപ്പ് ബാക്കിൽ തടച്ച ഇതിന്റെ ബാക്കിൽ ബ്ലോ അപ്പ് ചെയ്യും. പിന്നെ എനിക്കൊരു പെർഫ്യൂം വേണമായിരുന്നു. കളർ ഇസ് ഗെറ്റിംഗ് ബെറ്റർ നൗ. പെർഫ്യൂം മേടിച്ചോ? ശരിയാ, നിന്റെ 28 മണമുണ്ട്. പക്ഷേ what I'm saying, അറ്റ്ലീസ്റ്റ് എനിക്ക് വേണ്ടി എൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ എന്തോ പിങ്കിക്കൂലെയാന്ന് തോന്നുന്നു. കണ്ണ് ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് മരുന്ന് മേടിച്ചുകൊണ്ടുവന്നു ഗൈസ്. അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് ഗൈസ്. മരുന്നല്ല, പോളിറ്റിയോസ്. ആ, പോളിറ്റിയോസ്. നല്ല വേദനയായിരുന്നു ഈ കണ്ണിന്. അമ്മ എനിക്ക് മരുന്ന് പറ്റി തരണം. ഞാൻ കൊഞ്ചട്ടെ. You just had enough now. That's enough for you. ഏത് കണ്ണിലാ? അയ്യോ, ഇതെങ്ങനെ ഒഴിക്കണം? എൻ്റെ എയർ ഉണ്ടെങ്കിൽ എൻ്റെ കണ്ണിൽ വെച്ചെന്ന് തന്നെയായിരുന്നു. ഞാൻ ഒഴിച്ചോട്ടെ. കണ്ണ് ഇത്ര ദിവസമായിട്ട് എന്റെ കണ്ണിൽ ഒഴിച്ചാൽ നിനക്ക് എന്നെ കുഴപ്പം? അമ്മ അച്ഛനെ എങ്ങനെയെങ്കിലും ഇവള് പേടിച്ചിട്ട് മരിപ്പിക്കാണ്.
ഓക്കെ, ഇനി നമുക്ക് ഡിന്നറിന് കഴിഞ്ഞ ദിവസം നമ്മൾ ട്രിപ്പിന് പോയപ്പോൾ മേടിച്ച ഒരു ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു, അത് കുക്ക് ചെയ്യണം. അത് വെച്ചോ മോൻ? എപ്പോ വെക്കാം? അല്ല ചോദിച്ചാണ്. ഇപ്പൊ വെക്കാം. മോന്റെ മറ്റേ 2 ഡിന്നർ കിട്ടിയ പോരെ? മറ്റേ പെണ്ണുങ്ങൾ വരുന്നതിന് മുന്നേ ചെയ്യണം. ഒരു റെസ്റ്റോറന്റിൽ 1500 പേർക്ക് ഫുഡ് ഉണ്ടാക്കിയായിരുന്നാണ് ഞാൻ. ഒന്നുമില്ല. I got this, guys. I got this. Don't worry. It's on. There we go. Our chicken. Pinoy barbecue butterflied, which is a spatchcock. Pinoy. De Pinoy barbecue. Filipino. അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഗോൾഡ് എനിക്ക് കാപ്പി ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. എന്നാ എന്റെ ഉണ്ണി എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നെ? ഓർമ്മയില്ല. എപ്പോ? ഇരുന്നപ്പോ മോളിലിരുന്ന് കാപ്പി ഉണ്ടാക്കാൻ നീ ആര്? ഭഗവാനാ? ഞാൻ നിന്നെ കല്യാണം കഴിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ടുള്ളൂ, നോണ പറയുന്ന ഒരു ഭാര്യ എനിക്ക് ഉണ്ടാവരുതെന്ന്. അൺഫോർച്ചുനേറ്റ്ലി യു ലൈസ് 80%. വീട്ടിൽ പറയരുതെന്ന്. ഇത് ഞാനുണ്ട്. ആ എപ്പോഴാണോ പറഞ്ഞിട്ടുള്ളത്? അത് നുണയല്ല, അത് വീഡിയോയിൽ നുണ പറയണമെന്ന് നുണ പറയും ഇത്ര. നീ പറയണേ വെൻഡായി. അതിന് തൃശ്ശൂർ സാധനം ബുൾഷിറ്റ്. നമ്മള് ബുൾഷിറ്റ് അടിക്കുന്നു. ചിക്കൻ ഓവന്റെ ഉള്ളിലേക്ക് വെച്ചുട്ടാ. ഓരോരുത്തരെയൊക്കെ പറ്റിയിട്ട് ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോ പണ്ടൊക്കെ ഇങ്ങനെ വന്ന് പറയും. ഇപ്പം അതൊന്നും ഓർക്കാനുള്ള നേരമില്ല. പണ്ട് ഇങ്ങനെ വന്ന് പറയൂ അവരെ കണ്ടു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർ ചിലപ്പോൾ വിചാരിക്കും ഇവരെന്തൊരു സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഇവരെന്തൊരു നല്ലതാണ്. കാണുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതല്ലെങ്കിൽ സ്റ്റോറിയും അയാളെ നേരിട്ട് മനസ്സിലാക്കണമെന്ന് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഞാനൊരു സ്റ്റോറി നരേറ്റ് ചെയ്യാണ്. And the way how you receive things are different. അതാണ് നറേറ്റീവില് മോൻ ഗുഡായിരിക്കും, പക്ഷെ ഫാക്ച്വലി ഗുഡല്ല. അല്ലേ വിങ്ങോ? I just keep that in my mind. എന്ത്? എനിക്കറിയില്ല, ഞാൻ പറഞ്ഞ അത് പിങ്ങുനോട് ടീച്ചർ പറഞ്ഞ നറേറ്റീവ് റൈറ്റിംഗ് ഭയങ്കര ഗുഡാണ്. കാരണം അത് നിൽക്കണില്ലല്ലോ, ഇങ്ങനെ പോവാണ് നറേറ്റ് ചെയ്ത് You're living in a fake world anyway. That's what people believe. In a fake God. Yeah. Is it a narrative or the reality? എനിക്ക് ഉറക്കം വരും, അത് കാരണം പറയണമെന്ന് ശരിയാവണ്ടോ എനിക്കറിയില്ല. ഇവൾക്ക് ഏത് നേരം ഉറക്കും പറയുന്നത് ശരിയാവും. എന്തേ നീ ഉറങ്ങാത്തതിനാരെ കുട്ടി ഭാഗം? എപ്പ ചോദിച്ചാലും ഉറക്കം വരുന്നേ. രാത്രി ഇവിടെ 9:00 ഉറങ്ങാൻ പോയി കിടക്കും കട്ടിലുമേ. 12 മണി വരെ ഇൻസ്റ്റഗ്രാം. 9:00 ഇല്ല, ഞാൻ 10 o'clock കഴിഞ്ഞ ഫോൺ നോക്കാറില്ല. ഇവിടെ 10 o'clock കഴിഞ്ഞ ഫോൺ ഞാൻ 11 മണി വരെ, അവളെ നീ അത് പറയണ്ട, നീ നിന്റെ കാര്യം പറയേ. 10:30 11 മണി വരെ ഇവള് ഫോൺ നോക്കില്ല, ഇൻസ്റ്റഗ്രാം നോക്കും. ഫോൺ നോക്കാൻ പറ്റുന്നില്ല, കാരണം ലേറ്റ് മാത്രം മൊത്തം മണി കഴിഞ്ഞാൽ ഞാൻ ഫോൺ നോക്കാറില്ല. നീ നീ ഇന്നലെയും കൂടെ ഞാൻ കണ്ടാ നീ ഫോൺ നോക്കണം. 6 o'clock അവളുടെ അപ്പരാണ് ഉറങ്ങാൻ. അത് എല്ലാം തുറന്നിടാവോ പ്ലീസ്? നീ ആ റബ്ബിഷ് ബിന്നൊക്കെ എടുത്തിട്ട് വാട്ടാ, പുറത്തു പോയിട്ട് റബ്ബിഷ് ബിന്നെല്ലാം പോയിട്ട് എടുത്തിട്ട് വാട്ടാ. മടിമീനില്ല, അതിനെ ട്രെയിനിങ്ങിന് കയറിക്കോട്ടാ. മോനെ എന്നാ അവക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണ്ടാട്ടാ. എന്തൊരു പുന്തളിപ്പാന്നറിയോ. താങ്ക് യു ഗോൾഡ ഫോർ മേക്കിംഗ് മീ കോഫി. താങ്ക് യു. ദയവ് മരിക്കണേക്കാൾ മുന്നേ ഒരു ആഗ്രഹമുണ്ട്. കണക്ക് പറയില്ലെന്ന് അല്ല, ഒരു ചോദ്യത്തിനെങ്കിലും ചോദിച്ചതിനുള്ളൊരു മറുപടി പറഞ്ഞു. ഒരു ചോദ്യം ഇവളോട് ചോദിച്ചാൽ 10 ചോദ്യം ഇങ്ങോട്ട് വേറെ ചോദിക്കും. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്റെ ഗോൾഡ് നീ എന്താ അങ്ങനെ ചെയ്തത്, അതുകൊണ്ടല്ല സാധനം വീണേ, എന്താ കാരണം? അതെ, മോൻ എന്നെ ഏത് തരം കളിയാക്കാറുണ്ട്. എന്താ കാരണം എന്ന് ഞാൻ ചോദിച്ചു. അതിന്റെ കാരണം പറയണല്ലോ. ആൾക്കാരെന്ത് കഴിക്കുക, എന്താ കൗസിപ്പ് ഇങ്ങനെ തോന്നുന്നത്, ഞാൻ റൂമിലേക്ക് വരാന്ന്. അതിന്റെ കാരണം പറയണം. എന്ത് ചോദിച്ചാലും ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് വിചാരിച്ചോ, ആ സംഭവങ്ങളോട് നമ്മൾ പറയായിരിക്കും എൻ്റെ ഗോൾഡ് നീ ഇന്ന് എന്തിനാ ചെയ്തത്, എന്താ കാരണം? മോൻ 1966 ഇങ്ങനെ ചെയ്തില്ലേന്ന് ചോദിക്കും. എന്താ ശരി, 66 ഒരു 96. എന്താ കണ്ട, അവൾക്കും പിറുങ്ങുവിനുള്ള ചായയിൽ വെള്ളം ഒഴിച്ചു. എന്റെ കണ്ടില്ലേ എന്താ അതിൽ ഇന്ന് അവരെ ഫസ്റ്റ് വെച്ചിട്ടില്ലേ? എന്റെ തലയെ കൂടെ ഒഴിക്കാൻ വല്ല വകുപ്പുണ്ട് എന്നല്ലേ? അങ്ങനെ തീർച്ചങ്ങട്
ഞാൻ ഒന്ന് വൈകുന്നേരം വട്ടയപ്പം ചിക്കൻ കറിയും കഴിച്ചാലോ? കുറച്ച് കപ്പയും ഇറച്ചിയോ അങ്ങനെ വല്ലതും കഴിക്കും. ഗ്യാസ് മിഠായി അതിന് നിന്റെ കുഴപ്പം. നിനക്ക് വൈകുന്നേരം ഇതൊക്കെ ആവണ സമയത്ത് നിനക്ക് ക്രേവിങ്സ് സ്റ്റാർട്ട് ആവും. ക്രേവിങ്സ് അല്ല, ഇന്ന് ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിനു മുന്നേ നീ എപ്പോഴാണ് എന്നെ ചീറ്റ് ചെയ്തത്? മോനായിരിക്കും ചീറ്റ് ഉണ്ടാവുക. ഞാൻ എനിക്ക് ചീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എന്നോട് പലതാണ് അമ്മ ഡാഡയ്ക്ക് ഒരു ഗേൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാൻ ആണോ? ഓക്കെ. ഡു യു തിങ്ക് ഡാഡ് ഈസ് ചീറ്റിംഗ് ഓൺ യു? അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാക്കാനായിട്ട് നടക്കുക. സ്കൂൾ ടൈമിൽ ചോദിക്കും നിങ്ങൾ എന്നാ ഡിവോഴ്സ് ആവണേ? എനിക്കൊരു സ്റ്റെപ്പ് ഫാദറിനെയും സ്റ്റെപ്പ് മദറിനെയും വേണം അവൾക്ക്. എന്തിനാ? അവൾക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോവാനേ. അതാകുമ്പോ ചിപ്സ് ഒക്കെ തിന്നല്ല. ഞാൻ ചത്താലും ഈ വീട്ടിൽ നിന്ന് പോവില്ല, നീ പേടിക്കണ്ട. നിന്റെ പ്രയാതം വരെ ഉണ്ടാവും. 15 മിനിറ്റേ ഉള്ളൂ എനിക്ക് ക്ലീനിങ്. ഊരട്ടെ? ഊരിക്കും. ഇത്രയും ഊരിയത് പോലെ ഇനി ഊരി. എൻ്റെ മൈക്ക് ഈ പണ്ടരക്കാലി. ഞാൻ ഇവിടെ കാശുണ്ടാക്കാനും ഇത് കൊണ്ട് നശിപ്പിക്കാനും. സത്യം പറയട്ടെ, എവിടെയാണ് മോൻ്റെ കാശ്? എന്നാലും എൻ്റെ കാശിന് കുറവ്. എവിടെ? എൻ്റെ കിട്ടിയിട്ടില്ല. തൊണ്ടക്കുഴിന്ന് ഇറങ്ങിയിട്ടില്ലല്ലോ. എന്നതാ? നീ കടയിൽ ചെന്നിട്ട് ഇങ്ങനെ കാട് വരയ്ക്കുമ്പോ കത്തുന്നുണ്ടാ എന്തെങ്കിലും? അത് എൻ്റെ കാട് വരയ്ക്കുമ്പോ എൻ്റെ കത്തും. നിന്റെ കാട് കത്തും. ഇങ്ങനെ പോയ എൻ്റെ കൂട് കത്തും. ഗോൾഡേ, നീ ടീച്ചറും കുട്ടികളും ഇരിക്കുന്ന പോലെ ഉണ്ട് കാണാൻ. കഴിക്കണ്ട തൈര് വിട്ട്. എസ്എംഎസ് ആരില്ല, അവൾക്ക് 2-3 ദിവസമായിട്ട് വയ്യാത്ത കാരണം എന്തോ കുഴപ്പമുണ്ടായിരുന്നു. ദാറ്റ്സ് ഓക്കെ. ഡിന്നർ ടൈം ഫോർ ഗേൾസ്. ആരാ ചോദിച്ചു ഇതൊക്കെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന്? ഒന്നുമില്ല, മെയിനായിട്ട് നമ്മുടെ വീട്ടിൽ ബാക്കി വന്ന ഇറച്ചി. ഇന്നിപ്പോൾ പീട ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ബീഫ് ഉണ്ടായിരുന്നു. ആ ബീഫ്, ഒരു അവക്കാഡോ, അതിലുണ്ടായിരുന്ന കുറച്ച് ചോറ്, അതിൻ്റെ സോസ്, തൈര്, ഇതെല്ലാം കൂടെ. ഇതിപ്പോൾ ഒന്നും വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല, എല്ലാം തുപ്പാണ്. തുപ്പല് മീൻസ് ദാറ്റ്സ് ഓക്കെ. ഇഫ് ദേ ഡോണ്ട് വാണ്ട് ദേ ഡോണ്ട് വാണ്ട്. ദാറ്റ്സ്. നീ പായോ, നീ വന്നേ. നിന്റെ അമ്മാമ്മയത് നീ ഇങ്ങോട്ട് വന്നേ. ഇനി നമ്മളിവിടെ ഊണ് കഴിക്കാൻ വന്ന് നോക്കിയൊക്കെ. അപ്പൊ എല്ലാം തിന്നും. ഇത്ര പോകുന്ന സ്റ്റേക്ക് വരെ അടിക്കും. കൊത്തി സ്വഭാവ കയ്യില്. നമ്മളെ കഴിക്കാൻ സമ്മതിക്കില്ല. കാലും കൂടെ കയ്യും കൂടെ. നമ്മുടെ ചിക്കൻ റെഡി ആയോ നോക്കാം. ചിക്കൻ ലുക്സ് നൈസ്. ലുക്ക് അറ്റ് ദാറ്റ്. നമുക്ക് ഇന്റേണൽ ടെമ്പറേച്ചർ എന്തോരായി നോക്കാം. 83-84 ഇന്റേണൽ ടെമ്പറേച്ചർ. നമുക്ക് ശരിക്കും ആഫ്റ്റർ കുക്കിംഗ് ഒരു 75+ മതി. സോ ഇറ്റ്സ് ഡൺ. ഇനി നമുക്ക് കുറച്ച് റൈസ് സെറ്റ് ആക്കാം. നമ്മളിന്ന് ഉച്ചയ്ക്ക് വേവിച്ച സ്റ്റേക്കിന്റെ പാത്രമാണ് കേട്ടോ ഇത്. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചെങ്കിൽ നമ്മുടെ മറ്റേ പീട ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച ലെഫ്റ്റ് ഓവർ വെജീസ് ഇല്ലേ, അത് ഇങ്ങോട്ട് ഇട്ടു. ഇനി ലേശം ബട്ടർ, സം റൈസ്. അതാ വെജിറ്റബിൾ ഉള്ള കാരണം അങ്ങ് ഇട്ടതാ കൊള്ളേ. നിനക്ക് വേണ്ടി നീ റോസ്റ്റ് ചിക്കൻ മാത്രം കഴിച്ചോ. ദാറ്റ്സ് ഓക്കെ. സോ അവർ ഡിന്നർ ready. Easy, just like that. Use up all the veggies and everything. So done and dusted. Time to check our chicken. Chicken rested very well and nice and ചെപ്പടിക്കുന്നിൽ ചെന്നിത്തിളങ്ങും ചക്കരപ്പൂവേ ടക്കും ടക്കും ചെന്നായ മമ്മി ജ്യൂസി ചിക്കൻ. ലുക്ക് അറ്റ് ദാറ്റ്. ആൻഡ് ദ ഗുഡ് തിങ്, നമ്മളിന്ന് 170 വേവിച്ചത്. And very tender, beautifully cooked, all moist, maintained. കണ്ട, പക്ഷെ ഡ്രൈ അല്ല. ഇതുപോലെ എങ്ങനെയാണ് ചിക്കൻ മാരിനേറ്റ്, ഇത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാട്ടാ. പക്ഷെ ഇങ്ങനെ എങ്ങനെയാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്യാന്നുള്ളതും കുക്ക് ചെയ്യാന്നുള്ളതും ഞാൻ അടുത്ത ആഴ്ചത്തെ പറ്റിയ വെള്ളിയാഴ്ച വീഡിയോയിൽ ചെയ്യാട്ടാ. സോ വി ഡു എ പ്ലേറ്റ്. ഓക്കെ, നമുക്ക് ബ്രസ്റ്റും കൂടെ നോക്കാം. ചെക്ക് ദ ബ്രസ്റ്റ് പീസ്. അത് നല്ല ജ്യൂസി ബ്രസ്റ്റ് പീസ്. ലുക്ക് അതാ. ഓക്കെ, നൗ വി മേക്ക് എ പ്ലേറ്റ്. നിനക്ക് തൈസ് വേണോ ബ്രസ്റ്റ് വേണോ? ഗോൾഡേ, ഇറ്റ്സ് എ ഗുഡ് പോർഷൻ. യു വാണ്ട് എ പോർഷൻ? അവക്കാഡോ. There we go. Your plate is ready. One of my plates are here. A bit of rice. Okay. ഇനി കുറച്ച് സ്കിന്നും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലേറ്റ്. ഇനി പിങ്ങപ്പൻ്റെ പ്ലേറ്റ്. റൈസ്, ചിക്കൻ. പിങ്ങനെ തൈര് വേണോടാ. സോഫ്റ്റ് ചിക്കൻ, സം റൈസ്. നല്ല സൂപ്പർ റൈസ് ആട്ടോ, നല്ല കൺസിസ്റ്റൻസി. ലുക്ക് അറ്റ് ദിസ്. ബായോ അമ്മ വിളിച്ചിട്ടുണ്ട്. അമ്മ കുക്കൻ തരാന്ന് കുക്കാൻ. എന്റെ ഇതാ the one without rice. മൈക്കടല് അത് എടുത്ത് തിന്നണ്ട നോക്കിയാണ്. ചിക്കൻ വേണോ ചേട്ടാ? ഫുഡ് കഴിഞ്ഞതാ അവരുടെ. നീ റൈസ് കഴിച്ചു. ഇതൊക്കെ ഉള്ളേ. എന്നാ ഞാൻ നിലത്ത് ഇറങ്ങിയിരിക്കത്ര. വയറൊക്കെ കുഴിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും 5:30 വരുമ്പോ തന്നെ ഡിന്നർ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാല്, അത് കഴിഞ്ഞ തൈര്. ഇനിയിപ്പോ എങ്ങനെ ഓർഡറേ? 6:30 വീണ്ടും ഇച്ചിരി ഡിന്നർ. ഇത് സ്പെഷ്യൽ ഫുഡ് ഒന്നല്ല, നിങ്ങൾക്ക് തന്ന സാധനം. കോഴി ഞാൻ കൂടെ പോയാനെ. മൈക്കെടുത്തു. ഇതിന് കണ്ണ്
എന്തേന്നാ എനിക്ക് കഴിക്കാൻ പറ്റുമോ? തായോ തായോ ഇപ്പൊ കണ്ടില്ല ഞങ്ങള് ഇത് സെയിം ഫുഡ് തന്നെയാണേ. ഐ വാണ്ട് ദിസ്. Do you want some avocado, my darling? കരുതേ മുടി പിടിച്ചൊരു വലി നീ കപ്പ് അച്ഛമ്മ നിനക്ക് വേണം ചുമ കൊര വളി ബാദാം. ഓക്കെ ഗുഡ് നൈറ്റ്. അപ്പോൾ ഇതുപോലെ സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തോളം കാണാൻ പറ്റും. ബൈ ഫോർ നോ. ബൈ ബൈ ബൈ. റെഡി ആയില്ല ഇന്നിവിടെ സംഭവിക്കുന്നത്. ഞാൻ റെഡി ആയില്ല. നല്ല രസമുണ്ടിരിക്കുന്നു. നാവ് ഇത്ര നേരം എന്നെ മോങ്ങലായിരുന്നു. നിന്റെ മോള് വന്നുണ്ട് താഴെ. തരാം. എച്ചുമ്മന് വേണോ? തരാം തരാം താ. ഇനി അവൾക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എൻ്റെ ചിക്കൻ മൊത്തം തിന്നു കാര്യം.